എൻ്റെ പേര് ഹയ ഫൈസൽ. ഞാൻ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു നീറ്റിൽ നല്ലൊരു സ്കോറ്, എല്ലാവരും വീട്ടിലോട്ടേക്ക് വരുന്നത്, ഫാമിലി ടീച്ചേഴ്സ് ഇപ്പം എല്ലാവരും വീട്ടിലുണ്ട്, നല്ല സന്തോഷത്തിലാണുള്ളത്. എനിക്കങ്ങനെ പണ്ട് മുതലേ ഡോക്ടർ ആവണമെന്നോ അങ്ങനെ പ്രത്യേകിച്ചൊരു ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. 10th കഴിഞ്ഞ് റേസിൽ കിട്ടി, റേസിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ കിട്ടി. അങ്ങനെ റേസിലെത്തിയപ്പോഴാണ് ഒരു ഡോക്ടർ ആവണം, ടീച്ചേഴ്സ് പറയണതും ഡയറക്ടേഴ്സിൻ്റെ പറയുന്നതൊക്കെ കേട്ടിട്ടാണ് ഡോക്ടറിനോട് ഭയങ്കര ഒരു സ്നേഹം തോന്നിയത്. അങ്ങനെ പഠിച്ച് അൽഹംദുലില്ലാ ഇപ്പോൾ നല്ലൊരു സ്കോറുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ലേറ്റ് നൈറ്റാണ് സ്റ്റഡി ചെയ്യൽ. എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആ ടൈമാണ്. അപ്പോൾ ഞാനൊരു നേരത്തെ കിടന്നിട്ട് നേരത്തെ എണീക്കണം വെച്ചിട്ട് ഒരു 2 മണി മുതൽ 6 മണി വരെ ഫുൾ അലാറം ആയിരിക്കും ഫോണിൽ. പക്ഷേ ഞാൻ ഈ അലാറം കേട്ട് എണീക്കേ ഇല്ല. പപ്പയാണ് ഫുൾ എല്ലാ അലാറത്തിനും എണീക്കും. എന്നിട്ട് എപ്പോഴും എന്നെ വിളിച്ചുണർത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയിട്ടോ നോക്കാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ ഉറങ്ങുമ്പോഴും ഉറങ്ങാത്തപ്പോഴൊക്കെ പപ്പ ഉറങ്ങാണ്ടിരിക്കും. ആൻഡ് ഫാമിലി എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവുമായിരുന്നു. ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും. എനിക്ക് റേസിൽ നിന്നുള്ള ഫ്രണ്ട്സും എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ എല്ലാവരും ചോദിക്കില്ലേ +1 +2 കൂടെ MBBS സീറ്റ് പോസിബിൾ ആണോ എന്ന്. എനിക്കും എൻ്റെ മൈൻഡിൽ അങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു, റിപ്പീറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും എത്ര പഠിച്ചാലും. പക്ഷേ അപ്പോഴൊക്കെ റേസിൻ്റെ ടീച്ചേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ നമ്മളെ വന്നിട്ട് നമ്മൾക്ക് കോൺഫിഡൻസ് നല്ലോണം ബൂസ്റ്റ് ചെയ്ത് തരും. 10th കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാണ്ട് നടക്കുമ്പോഴാണ് റേസിൽ ജോയിൻ ചെയ്തത്. എൻ്റെ റേസ് പബ്ലിക് സ്കൂൾ ചൂസ് ചെയ്തതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി മാറിയത്. ഞാൻ 2 വർഷം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഫസ്റ്റത്തെ നീറ്റ് എഴുതി. ഫസ്റ്റത്തെ നീറ്റിൽ നല്ല സ്കോർ ഉണ്ടായിരുന്നു. ഒരു MBBS സീറ്റൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അപ്പോഴാണ് റീനീറ്റ് വന്നത്. പക്ഷേ റീനീറ്റിലും ഡയറക്ടേഴ്സും ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ടെൻഷനൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിക്ക് സെക്കൻഡ് നീറ്റും എഴുതാൻ പറ്റി. ആൻഡ് നല്ല സ്കോർ കിട്ടി. എനിക്ക് പിന്നെ റേസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്, നമ്മൾ എപ്പോൾ ഡൗട്ട് ചോദിക്കാൻ ചെന്നാലും ടീച്ചേഴ്സ് റെസ്പോണ്ട് ചെയ്യും. അതായത് ബ്രേക്കിൻ്റെ ടൈമിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചെയ്താൽ ഓഫ്കോഴ്സ് നല്ല ഡൗട്ട് ഉണ്ടാവും, നെറ്റിൽ നോക്കിയാലാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ബ്രേക്കിൻ്റെ ടൈമിൽ ക്ലാസ് കഴിഞ്ഞാലൊക്കെ സ്റ്റാഫ് റൂമിലേക്ക് പോയാൽ ടീച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഡൗട്ട് ക്ലിയറൻസും ഉണ്ട്, അല്ലാണ്ട് തന്നെ ടീച്ചേഴ്സ് എല്ലാവരും അവൈലബിൾ ആയിരിക്കും. ആൻഡ് നമ്മൾ ചോദിച്ചാൽ നമ്മൾ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു തിരിച്ച് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. അതൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. നീറ്റ് ഭയങ്കര കോമ്പറ്റീഷണൽ എക്സാമാണ്. പക്ഷേ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഹാർഡ് വർക്കും പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയൊരു സിസ്റ്റവും. എൻ്റെ ജേണിയിൽ റേസ് ആയിരുന്ന സിസ്റ്റം. റേസിലെ എക്സാംസ് ആണെങ്കിലും ക്ലാസ്സസ് ആണെങ്കിലും റിവിഷൻസ് ആണെങ്കിലും എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ നമുക്ക് എവിടെയാണോ പ്രശ്നമുള്ളത് അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് മെൻറ്റേഴ്സ് ആണെങ്കിലും റേസിൻ്റെ സിസ്റ്റം ആണെങ്കിലും നമ്മളെ കറക്റ്റ് റൂട്ടിൽ കൊണ്ടുപോകും. എനിക്കൊരിക്കലും നീറ്റ് ഒരു ബേർഡനായിട്ട് തോന്നിയിട്ടില്ല. നല്ല സ്മൂത്തായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റത്തെ നീറ്റ് കഴിഞ്ഞു, റീനീറ്റ് എഴുതുമ്പോഴും അതിപ്പോൾ നമ്മുടെ മെൻറ്റേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും നമുക്ക് എന്തൊരാവശ്യം വന്നാലും എപ്പോഴും കൂടെ ഉണ്ടാവും. മാത്രമല്ല നമുക്കിപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിലോ അത് ജസ്റ്റ് മെൻറ്ററിനോട് തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ തന്നെ അവർ ക്ലാസ്സസ് ഇട്ട് തരും. പിന്നെ അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് നല്ല ഹെൽപ്ഫുള്ളാണ്. അവിടുത്തെ ടീച്ചേഴ്സും എപ്പോഴും നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞുതരാൻ അവർ റെഡിയാണ്. എൻ്റെ ജേണിയിൽ ഓൾ ത്രൂ റേസ് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനൊരു മൊമെൻറ്റിൽ എത്തിപ്പെടാൻ തന്നെ സാധിച്ചത്.